അരീക്കോട് ഉറുങ്ങാട്ടിരി പഞ്ചായത്തിലെ വടക്കുമുറി കളപ്പറയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ മലിനജല സംഭരണത്തിൽ വിഷവാതകം ശ്വസിച്ച് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവം നാടിനെ നടുക്കി. ആസാം സ്വദേശികളായ ഹിതേഷ് സരണിയ, സമദ് അലി, ബീഹാർ സ്വദേശിനിയും കമ്പനിയിലെ മെക്കാനിക്കുമായ വികാസ് കുമാർ എന്നിവരാണ് ദാരുണമായി മരണപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 10:30യോടെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭരണിയിലെ വിഷവാതകം ശ്വസിച്ചതോ ഓക്സിജന്റെ അഭാവമോ ആകാം മരണകാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 5 മാസം മുമ്പ് കാളപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച അനുഗ്രഹ ഹർച്ചറി ആൻഡ് പാർട്ടി ഫാമിന് കീഴിലുള്ള കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ദുരന്തം സംഭവിച്ചത്. മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കുമുള്ള പ്രോട്ടീൻ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആണ്. ബുധനാഴ്ച രാവിലെ തൊഴിലാളികളെ കാണാതായതിനെ തുടർന്ന് സഹപ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. പ്ലാന്റിനകത്തും പുറത്തും നടത്തിയ തിരച്ചിലിനൊടുവിൽ മലിനജല ടാങ്കിലാണ് മൂവരെയും കണ്ടെത്തിയത്. മറ്റൊരു തൊഴിലാളിയായ ബുൾബുൾ സരണിയ പ്ലാസ്റ്റിക് സംഭരണിയുടെ ഒരു ഭാഗം കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. സംഭരണിയിലേക്ക് നോക്കിയപ്പോൾ 3 പേരും ചലനമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. ഉടനെ തന്നെ സംഭരണിയിലേക്ക് ചാടി സമദ് അലി പുറത്തെത്തിച്ചു. അതിനുള്ളിൽ എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. കട്ടർ ഉപയോഗിച്ച് പൊളിച്ചാണ് വികാസ് കുമാറേയും ഹൃദയ് ശരണിയെയും എനിക്ക് പുറത്തിറക്കാനായത്. അപ്പോൾ അവർക്ക് ശ്വാസമില്ലായിരുന്നു. ശുദ്ധീകരണ പ്ലാന്റിന്റെ ഭാഗമായുള്ള 5000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് സംഭരണത്തിൽ മൂവരും ഒന്നിച്ചു മരിച്ചതിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സാധാരണയായി ടാങ്കിൽ മലിനജലം നിറഞ്ഞു നിൽക്കാറുണ്ടായിരുന്നെങ്കിലും സംഭവ സമയം 1.5 അടി വെള്ളം മാത്രം ഉണ്ടായിരുന്നത്. പോലീസ് CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. ആദ്യ 2 പേർ ടാങ്കിനകത്തേക്ക് പോകുന്നതും ഒരാൾ മടങ്ങി വന്നതും വീണ്ടും പോകുന്നതുമായ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. രാവിലെ 10:15 വികാസും ഹൃദിക്കും കയറുന്നത് 10:30 സമദ് അലി കയറുന്നതും ദൃശ്യങ്ങൾ വ്യക്തമാണ്. മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. സംഭരണിയിലെ വെള്ളം പരിശോധിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ വീഴുകയും അതെടുക്കാനായി ഇറങ്ങിയപ്പോൾ അപകടം സംഭവിച്ചതാകാമെന്നുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വികാസിന്റെ ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ യൂണിറ്റ് മാനേജരും അസിസ്റ്റന്റ് മാനേജരും ഉൾപ്പെടെ 13 തൊഴിലാളികളാണുള്ളത്. ഇവരിലേറെയും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. മരിച്ച വികാസ് കുമാർ 1 വർഷം മുമ്പാണ് വിവാഹിതനായത്. ഭാര്യയും ഒന്നിച്ച് ഇവിടെ തന്നെയായിരുന്നു താമസം. വികാസിന്റെ സഹോദരൻ ഇതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ധീരജിന്റെ ഫോൺ വികാസിന്റെ കയ്യിലായിരുന്നു. വികാസിനെ കാണാനെത്തിയപ്പോൾ സഹോദരൻ ധീരജ് ബുബലിനോട് വിവരം പറയുകയായിരുന്നു. ഉറക്കെ വിളിച്ചിട്ടും മറുപടി ഉണ്ടായിരുന്നില്ല. മലിനജല സംഭരണിക്ക് പുറത്ത് ചെരുപ്പ് കണ്ടാണ് വികാസ് അതിനുള്ളിലാണെന്ന് മനസ്സിലായത്. കൂടെ പണിയെടുത്ത 3 പ്രിയപ്പെട്ടവർ ഒരു പകലിൽ വിട പറഞ്ഞതിന്റെ സങ്കടത്തിലാണ് കേന്ദ്രത്തിലെ തൊഴിലാളികൾ. രാത്രി ജോലി ചെയ്ത് ക്ഷീണിച്ച് കിടക്കുകയായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് സമീപത്തെ ഷെഡിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട 3 പേർ ജീവനു വേണ്ടി പിടഞ്ഞത് തിരിച്ചറിഞ്ഞില്ല. തൊഴിലാളിയായ മനോജ് സരണിയ വേദനയോടെ പറഞ്ഞു. ഈ ദാരുണ സംഭവം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സുരക്ഷയെക്കുറിച്ചും തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്ലാന്റുകളിൽ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കേണ്ടതുണ്ട് എന്നും അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്.